സവാദിക. സവാദിക. മലയാളി? അതെ. ഓ മൈ ഗോഡ്. എനിക്കൊരു ബുക്കിംഗ് ഉണ്ടായിരുന്നു, പേര് കിരൺ. അറിയാം സർ, സാറിന്റെ പേര് മാത്രമേ ബുക്കിംഗ് ഉള്ളൂ. ഓ യെസ് യെസ് യെസ്, ഞാനത് ആലോചിച്ചു. ഇവിടെ ആരും കാണുന്നില്ല. സർ ലഗേജ്. ഓ ഇറ്റ്സ് ഓക്കെ, അതൊരു ചെറിയൊരു ലഗേജ് അല്ലേ? ഇത്രയും സുന്ദരിയായ ഒരു കൊച്ചിനെ കൊണ്ട് അടുപ്പിച്ച് ഞാനൊരു ബോറനാവുന്നില്ല. എന്നെ പൊക്കി പറഞ്ഞോണ്ട് സാറിന് ഡിസ്കൗണ്ട് ഒന്നും കിട്ടില്ല. ഓ ഇറ്റ്സ് ഓക്കെ, എനിക്ക് ഡിസ്കൗണ്ട് ഒന്നും വേണ്ട. അല്ല, ഗസ്റ്റുകളുടെ കാര്യം ഓക്കെ? ഇവിടെ സ്റ്റാഫ്സിനൊന്നും കാണുന്നില്ലല്ലോ. എല്ലാരും ലീവാണ് സർ. ഓ ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ രണ്ടുപേരും മാത്രമുള്ളൂ രാത്രിയിൽ. അതെ, സാറിന് എന്താവശ്യം ഉണ്ടെങ്കിലും റൂമിലെ ബെല്ല് റിങ് ചെയ്താൽ മതി. എന്താവശ്യം നടത്തി തരൂ. ആവശ്യമില്ലാത്ത ചോദിച്ചാ സാറ് അടി വാങ്ങിക്കും. ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ, അത് വേണ്ട. അത് വരാതെ സാറ് സൂക്ഷിച്ചാ മതി. ഓ കീ. ഒത്തില്ല എന്നാൽ പോവാം. ഓക്കെ. എന്നാലും കുട്ടി, ഞാൻ അസ്വസ്ഥനാണ്. എന്ത് പറ്റി സാർ? എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസാ ഇങ്ങനെ ഒറ്റയ്ക്ക് റിസോർട്ടിൽ, അതും ഇത്രയും ഭംഗിയുള്ള ഒരു പെൺകുട്ടിയുമായിട്ട്. സാറ് പേടിക്കണ്ട, സാറിന് എന്തായാലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഓ ഓക്കെ, ഞാൻ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇതാണ് റൂം. കയറിക്കോളൂ. അല്ല, ഞാനും വരാം. വാവ്, ഡബിൾ ബെഡാ? കയറുന്നില്ലേ? വരൂ. മെനു അവിടെ ഇരിപ്പുണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓ ഇല്ല, കുഴപ്പമില്ല, ഞാൻ റിസപ്ഷനിലേക്ക് വരാം. ഒന്നും അറിയിക്കോ? വേണ്ട സർ, ഇതിൽ വിളിച്ചാൽ മതി. ഇല്ല, ബുദ്ധിമുട്ടാവില്ല, ഞാൻ റിസപ്ഷനിലേക്ക് വരാം. ഇല്ല കുഴപ്പമില്ല, ഇതിൽ വിളിച്ചാൽ മതി. എന്നാ നമ്പർ തന്നോളൂ. ലാൻഡ് ഫോണിൽ 224 അടിച്ചാൽ മതി. അപ്പൊ എന്നെ അല്ല, ആ നമ്പർ അല്ല. ആ നമ്പർ ഇല്ല. അമ്മ പേടിക്കണ്ട, അവര് മറ്റന്നാൾ ഇങ്ങോട്ടേക്ക് എത്തും. ഇന്നിപ്പോ ഒരു ഗസ്റ്റേ ഉള്ളൂ, അതെന്നെ കൊണ്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്താണ് ഫോണിൽ? അമ്മ ഞാൻ പിന്നെ വിളിക്കാം. ആരാ? അമ്മയായിരുന്നു. സാറിന് എന്തെങ്കിലും വേണോ? ഇല്ല, എനിക്കൊന്നും വേണ്ട. എന്തിനീ സാറ് വിളി? അത് ഭയങ്കര ഒഫീഷ്യൽ അല്ലേ? അത് കമ്പനി റൂളാണ് സാർ. ഓ, വീട്ടിലിറങ്ങിണ്ട്. അറിഞ്ഞിട്ട് എന്ത് വേണം? അല്ല, ഒന്നും വേണ്ട, ഒരു കൗതുകത്തിന്റെ പേരിൽ ചോദിച്ചതാ. അല്ല, നിങ്ങക്ക് യൂണിഫോം ഒന്നുമില്ല? ഇല്ല. എന്താ? അല്ല, എനിക്കൊരു സംശയം. യൂണിഫോം ആയിരുന്നെങ്കിൽ രസമായിരുന്നു. അത് മാത്രല്ല, ഈ ഹോട്ടലിൽ എന്താ ഈ സ്റ്റാഫ്സ് ഇറുകിയ ഡ്രസ്സ് മാത്രം ഇടാറുള്ളൂ? അതറിഞ്ഞാലേ നിനക്ക് ഉറക്കം വരുള്ളൂ. ഓ, സാറൊക്കെ മാറിയപ്പോ നീയായല്ലേ? നിന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും എന്റെ പെരുമാറ്റം. ഓ ദേവി, എന്തിനീ ജാടാ? ഇന്ന് നമ്മളിവിടെ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, നമുക്ക് എൻജോയ് ചെയ്താ പോരെ? ഓ വേണ്ട, എനിക്ക് വേറെ ജോലിയുണ്ട്. ഓ അതെ, വലിയ ജാടയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ സപ്പോർട്ടിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും, പിന്നെ അതിന് ജോലി എന്റെ ജോലി പോകുന്നതിന് മുമ്പേ ഞാനൊരു മീറ്റും അങ്ങ് വെച്ചു കൊടുക്കും. പിന്നെ തന്റെ ജോലിയല്ല, ജീവിതം വരെ കടുക് വറുത്ത പോലെ ആവും. അതുകൊണ്ട് എന്റെ ജോലി തൊട്ട് കളിക്കാൻ നിൽക്കണ്ട. എന്റെ പൊന്നെ, ഒരു റിസപ്ഷനിസ്റ്റിനെ സെറ്റ് ആക്കണം എന്റെ ജീവിതാഭിലാഷായിരുന്നു, അത് പറഞ്ഞതാ. അല്ല അല്ല, പോവല്ലേ? അതെ, എന്താണ് ഇതുപോലെ തൊലിപ്പീര് ഡയലോഗ് ഒന്നും അടിക്കില്ലെങ്കിൽ നിനക്ക് ഞാൻ കമ്പനി തരാം, ഒരു ഫ്രണ്ടായിട്ട് മാത്രം. ഓക്കെ. ഇന്ന് ഡിന്നറിന് എന്താ? നമ്മുടെ സ്പെഷ്യൽ ഫുഡ് ഉണ്ട്. ഓ, അതെന്താ റൂമിലേക്ക് സെർവ് ചെയ്യാമോ? ഓ അതിനെന്താ, എനിക്ക് കമ്പനി തരാന്ന് പറഞ്ഞാട്ടാ. അത് ഫ്രണ്ട് എന്ന നിലയിലാണ്. ഫ്രണ്ട് എന്ന രീതിയിൽ തന്നെ വിളിക്കുന്നേ. ഇനി അവിടെ വരുമ്പോ സ്വഭാവം മാറി ഞാൻ എന്ത് ചെയ്യും? ഇല്ല, മാറില്ല. അപ്പോൾ ഇന്നത്തെ ഡിന്നർ നമ്മൾ ഒരുമിച്ച്. ഞാനൊരു കാര്യം പറയട്ടെ. പ്രപ്പോസൽ ആണെങ്കിൽ വേണ്ട. അയ്യോ, സത്യമായിട്ട് അങ്ങനെയല്ല. ഞാൻ എത്ര ഗസ്റ്റിനെ കണ്ടിട്ടുള്ളതാ. നമുക്ക് വൈകിട്ട് ഡിന്നറിന് വേണം. ഓക്കെ? എടോ, അങ്ങനെ പറയല്ലേ. എല്ലാ ഗസ്റ്റും ഒരുപോലെയാണോ? എല്ലാരും ഇങ്ങനെ തന്നെ പറയാറ്. എന്നിട്ട് അവരുടെ കാര്യം കഴിയുമ്പോ പിന്നെ തിരിഞ്ഞു പോലും നോക്കില്ല. ഇല്ല, ഞാൻ അങ്ങനെയല്ല. യു ക്യാൻ ട്രസ്റ്റ് മീ. നോക്കാം. നമുക്കേ ഇന്ന് പുറത്തെവിടെങ്കിലും പോയാലോ? ഇവിടെ തന്നെ ഇരുന്ന് മടുത്തു. എനിക്കാണെങ്കിൽ ഇവിടുത്തെ സ്ഥലമാണെന്ന് അറിയൂല. അത് വേണമെങ്കിൽ വരാം. ഓക്കെ. ഇതാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബീച്ച്. ഇതാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബീച്ച്? എന്ത് പറ്റി? എടോ, കടൽ കാണാനായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ട്രിവാൻഡ്രത്ത് പോയ പോരെ. അവിടെ കോവളത്തോ ശംഖുമുഖത്തോ പോയാൽ എനിക്ക് ഇതിനേക്കാളും നല്ല ഏരിയ കാണാലോ. ഞാൻ അതിനൊന്നല്ല വന്നത്. നമ്മളിന്നവിടെ ഒറ്റയ്ക്കല്ലേ, നമുക്കെൻ്റെ റൂമിൽ പോയി ചില്ല് ചെയ്തിരിക്കാന്നേ. ഓരോ കടലിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്.
സ്വന്തം നാട്ടില് കടലില്ലാത്തോണ്ടാണോ സായിപ്പന്മാരും മദാമ്മമാരും കാശും മുടക്കി വർക്കലയിലും കോവളത്തും ഒക്കെ വരുന്നേ? ഈ കടല് എനിക്ക് കുറെ വേദനകൾ തന്നിട്ടുണ്ട്, ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കുറെ വേദനകൾ. അയ്യോ, എന്തു പറ്റി? നിങ്ങൾ എന്താ പറഞ്ഞേ? ഒരു റിസപ്ഷനിസ്റ്റ് പെണ്ണിനെ സെറ്റാക്കണം എന്നുള്ളതാണ് തൻ്റെ ആഗ്രഹമെന്ന്. ദിവസം ഇങ്ങനെ ഓരോ ഗസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്ന എൻ്റെ അവസ്ഥ എന്താണെന്ന് താൻ ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. ഒരു ദിവസത്തെ എൻജോയ്മെന്റിനപ്പുറം വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് തോന്നിയിട്ടുണ്ടോ? അയ്യോ എടോ, ശരിക്കും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കണം. ഒരു പെണ്ണിനെ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് അവളുടെ മനസ്സിൽ എന്താ കടന്നു പോകുന്നെന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മാത്രം വേണം അതൊക്കെ പറയാൻ. എടോ സോറി, സത്യമായിട്ടും സോറി. എടോ എന്താ, എന്തു പറ്റി? ഒന്നുമില്ല, നമുക്കിവിടുന്ന് പോവാം. എന്തു പറ്റി? കാര്യം പറ. അതെ, ഇനി എന്താ കാര്യം അറിയാത്ത ഒരടി ഞാൻ നടക്കില്ല. പറയാം, വാ. ഈ ബീച്ച് എൻ്റെ അടുത്തൊരു ബ്രോത്തലുണ്ട്. സ്പോൺസർ ചതിച്ചതാ, കൂടെ കാമുകനും. എൻ്റെ ജീവിതം അവിടെ തീരുമെന്ന് ഞാൻ കരുതിയതാ. ആദ്യം വന്ന ആൾക്ക് എന്നോട് എന്തോ ഒരു സഹതാപം തോന്നി, എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. ഇവിടെ വന്നപ്പോഴും അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല. നിങ്ങളെപ്പോലുള്ള ആളുകളല്ല ഗസ്റ്റ്. എടോ, താൻ എപ്പോഴും തന്നെ പറഞ്ഞോണ്ടിരിക്കാതെ. സോറി, ഞാൻ പറഞ്ഞില്ലേ. അന്നോട്ട് ഇവിടെ വരുമ്പോൾ അവരെന്നെ ഫോളോ ചെയ്യുന്ന പോലൊരു തോന്നല. ഇനി ഇവിടെ നിൽക്കേണ്ട റിസ്ക്കാ, നമുക്ക് പോവാം. ശരി. താങ്ക് യു. ഓ, ഇപ്പോഴെങ്കിലും ഒന്ന് വിശ്വസിച്ചല്ലോ. Now I trust you. ഓ, പോയി ഫ്രഷ് ആയിട്ട് ഡിന്നർ കഴിക്കാം. ഞാൻ റൂമിലേക്ക് വരാം. ഓ. പിന്നെ പറഞ്ഞത് ഓർമ്മയിരിക്കട്ടെ, ഞാൻ ട്രസ്റ്റ് ചെയ്യാണ്, അത് ബ്രേക്ക് ചെയ്യരുത്. എന്നാ വേഗം പോയിട്ട് വാ എൻ്റെ ചക്കരെ. അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റില്ല, വെയിറ്റ് ചെയ്യണം. എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. അതെന്താ അതിന് മാത്രം പരിപാടി? ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാനുള്ള പരിപാടിയാണോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല, നീ പോയിട്ട് വാ. ആ, അപ്പം ഞാൻ ഈ പരിപാടിയൊക്കെ തീർത്തിട്ട് റൂമിലേക്ക് വരാം. രാത്രി മുഴുവനും നമുക്ക് ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാം. ഓക്കെ. നീയൊക്കെ എത്ര ഉള്ളൂടി പെണ്ണായി. സെന്റിമെന്റ്സിൽ ആശ്വസിപ്പിച്ച വീഴാത്ത ഒരു പെണ്ണൂടിയില്ല. എല്ലാളെയും അവള് സെറ്റാണ്. നിനക്ക് വേണ്ടി ഇപ്പോൾ വീഡിയോ എടുത്തയക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നോക്കാം. എടാ, അതെ, അവള് വരുന്നുണ്ട് തോന്നണോട്ടോ, ഞാൻ വിളിക്കാം. ഞാൻ ചിലപ്പോൾ ട്രസ്റ്റ് എല്ലാം ബ്രേക്ക് ചെയ്യും. എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും തോന്നില്ല കേട്ടോ. ഞാൻ അമ്മയോട് പറഞ്ഞു. എന്തിനാ അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നേ? എന്തെങ്കിലും സംഭവിച്ചാ എന്നെ ചതിക്കരുത്, കല്യാണം കഴിക്കണം. ഞാൻ അങ്ങനെ ചെയ്യുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? നമുക്കൊരു സമയം ഒരുമിച്ച് പോയി കാണാം പോരെ? അതൊന്നും സാരമില്ല. ഞാനൊരു കാര്യം ചോദിച്ചാ സാധിച്ചു തരുമോ? നീ ഇന്ന് എന്ത് ചോദിച്ചാലും ഞാൻ സഹായിച്ചു തരും. എന്നെ കളിയാക്കില്ലെങ്കിൽ ഞാൻ പറയാം. പറ. നമ്മളിപ്പോ അങ്ങനെ ഒരു മൂഡിലല്ലേ, അതുകൊണ്ടാ ചോദിക്കുന്നേ. ഞാനൊരു ക്ലൂ തരാം. KGF ഡയലോഗിലെ പോലെ, വയലൻസ് വയലൻസ് വയലൻസ്, ഐ ഹേറ്റ് വയലൻസ്, വയലൻസ് ലൈക്സ് മീ. അത്ര ഉള്ള കാര്യം നമുക്ക് സെറ്റാക്കാം. അതിനു മുന്നേ ഞാൻ പുറത്തോട്ടൊരു സിഗരറ്റ് വലിച്ചിട്ട് വരാം. എന്നാലേ എനിക്ക് ഇതിനുള്ള മൂഡ് വരുള്ളൂ. അതുകൊണ്ടാ. നിനക്ക് പുറത്തു പോവാൻ അനുവാദം ഇല്ല. ഓ, അയ്യോ.
ഇതെന്താടി? എടി കെട്ടഴിച്ചേ. നീയല്ലേ പറഞ്ഞേ നിനക്ക് ഈ രാത്രി പോരാന്ന്? അതിന് എന്റെ ടേസ്റ്റിനൊപ്പം ഈ രാത്രി മുഴുവനും സ്പെൻഡ് ചെയ്യാന്ന് നീയല്ലേ പറഞ്ഞേ? എന്നിട്ട് ഇത്ര പെട്ടെന്ന് തളർന്നു പോയോ? ഞാനിപ്പോ പറഞ്ഞതല്ലേ എന്നെ പ്രേമിക്കാൻ കൊള്ളില്ലാന്ന്. നീ ചുമ്മാ തമാശ കളിക്കല്ലേ? കെട്ടഴിച്ചേ. ഞാൻ പറഞ്ഞല്ലേ നിനക്കിനി ഇവിടുന്ന് പോവാൻ അനുവാദമില്ലാന്ന്. എടി നീ തമാശ കളിക്കല്ലേ? ഞാൻ കംപ്ലൈന്റ് ചെയ്യും. കെട്ടഴിച്ചേ. അതിനെ നീ പുറം ലോകം കണ്ടിട്ട് വേണ്ടേ? ഇനി നിനക്ക് സ്വന്തം എന്ന് പറയാനായിട്ട് ഒന്നുമില്ല, എല്ലാം ഞാൻ എടുത്തു. കെട്ടഴിക്കടി. ഫസ്റ്റ് ടൈം മീ ഈസ് എ ബിഗ് റിസ്ക്. നീ എന്താ വിചാരിച്ചേ ഒരു റിസപ്ഷനിസ്റ്റായ എന്നെ ഇത്ര ഈസി ആയിട്ട് ബെഡിലേക്ക് കൊണ്ടുവരാന്നോ? ആണുങ്ങളെ ആവശ്യമുള്ള ടൂറിസ്റ്റുകളും ഇവിടെ ഇഷ്ടം പോലെ വരാറുണ്ട്. നിന്നെ കൊണ്ട് 10 കാശുണ്ടാക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ പിഴച്ചവളെന്ന് എനിക്ക് അറിയായിരുന്നു, പക്ഷെ നീ ഇമ്മാതിരി പോക്കും ഞാൻ വിചാരിച്ചടി. നീ ഇതുവരെ വുമൻ ട്രാഫിക്കിംഗ് എന്നല്ലേ കേട്ടിട്ടുള്ളൂ? ഇത് മെൻ ട്രാഫിക്കിംഗ്. നിന്റെ കിഡ്നി അടക്കം വിറ്റിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ വെറുതെ വിടാം. നിന്റെ ഗ്രൂപ്പ് ഏതാ? മാണി ഗ്രൂപ്പ്. പാർട്ടിയല്ല മോനെ ചോദിച്ചത്, ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? പോസിറ്റീവ്. ഒന്ന് കെട്ടഴിച്ച് പറ പ്ലീസ്. ഹലോ, ഓ പോസിറ്റീവിന്റെ ഒരു കിഡ്നി കിട്ടിയിട്ടുണ്ട്. ഡോണർ റെഡിയാണെന്ന് പറഞ്ഞേക്ക്. ഈശ്വര, എന്റെ കിഡ്നി പ്ലീസ്. ചത്ത കിളിക്ക് എന്തിനാ മോനെ കൂട്? പുതിയ ബുക്കിംഗ് വന്നിട്ടുണ്ട്. നാളെ രാവിലെ ചെക്ക് ഇൻ ചെയ്യും. വേണ്ട പ്ലീസ്. Love you, dear. Let's fly high to the skies. അയ്യോ.